അർജുൻ അശോകൻ മറ്റൊരു ലെവലിലെത്തി, സന്തോഷമേയുള്ളൂ. പക്ഷേ ബ്രഹ്മയുഗം ഞാൻ റിജക്റ്റ് ചെയ്തെന്ന് മാത്രം പറയരുതെന്നാണ് ആസിഫ് അലി പറയുന്നത്. മലയാളി പ്രേക്ഷകർ ഏറെ കാത്തിരുന്ന ചിത്രമാണ് മമ്മൂട്ടി കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ച ബ്രഹ്മയുഗം. ചിത്രത്തിൽ അർജുൻ അശോകനും മറ്റൊരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ചിത്രത്തിൽ അർജുൻ അശോകന് പകരം ആസിഫ് അലി ആയിരുന്നു കാസ്റ്റ് ചെയ്തത്. ബ്രഹ്മയുഗത്തിൽ എന്തുകൊണ്ട് അഭിനയിച്ചില്ല എന്ന ചോദ്യത്തിന്റെ ആസിഫ് അലിയുടെ മറുപടിയാണ് ഇപ്പോൾ ചർച്ചയാവുന്നത്. ബ്രഹ്മയുഗം റിജക്റ്റ് ചെയ്തതാണോ എന്ന ചോദ്യത്തിന് താൻ ചെയ്തിട്ടില്ല എന്നായിരുന്നു ആസിഫിന്റെ മറുപടി. ബ്രഹ്മയുഗം പ്ലാൻ ചെയ്തതിനേക്കാൾ മുമ്പേ വന്നെന്നും അപ്പോൾ താൻ വേറൊരു സിനിമ കമ്മിറ്റ് ചെയ്തിരുന്നെന്നും ആസിഫ് പറയുന്നുണ്ട്. താൻ അത്രയും പ്രതീക്ഷിച്ച് ആഗ്രഹിച്ച് ചെയ്യണമെന്ന് കരുതിയ സിനിമയാണെന്നും അത് അർജുൻ അശോകന്റെ അടുത്തേക്ക് പോയതിൽ സന്തോഷമുണ്ടെന്നും ആസിഫ് കൂട്ടിച്ചേർത്തു. അത് ഞാൻ റിജക്റ്റ് ചെയ്തതല്ല, ആ സിനിമ നമ്മൾ പ്ലാൻ ചെയ്തതിനേക്കാൾ പെട്ടെന്നുണ്ടായതാണ്. കാരണം മമ്മൂക്കൊരു സിനിമയ്ക്ക് വേണ്ടി താടി വളർത്തുന്നുണ്ട് എന്ന് അതിന്റെ തുടർച്ചയായിട്ട് ചെയ്യാമെന്ന് തീരുമാനിക്കുകയാണ്. ആ സമയത്ത് എനിക്ക് വേറെ കമ്മിറ്റ്മെന്റ്സ് ഉള്ളതുകൊണ്ട് എനിക്ക് സിനിമ ചെയ്യാൻ പറ്റിയില്ല. അതിലൊരുപാട് വിഷമവുമുണ്ട്. ആ ക്യാരക്ടർ മമ്മൂക്ക ചെയ്യാൻ സമ്മതിച്ചു എന്നത് സിനിമയോട് അദ്ദേഹം എത്രത്തോളം ഉത്സാഹിയാണെന്ന് എനിക്ക് മനസ്സിലായി. ആ സിനിമ ജഡ്ജ് ചെയ്ത് മനസ്സിലാക്കി അത് ചെയ്യാൻ തീരുമാനിക്കാൻ അതിനൊരു ധൈര്യം വേണം. അദ്ദേഹം കാണിച്ചു എന്നുള്ളത് നമുക്ക് ഭയങ്കര ഇൻസ്പയറിംഗ് ആണ്. അതുകൊണ്ട് മാത്രമാണ് അദ്ദേഹം മലയാളത്തിൻ്റെ മഹാനടനായി നിൽക്കുന്നത്. ഈ സിനിമയെക്കുറിച്ച് മുഴുവൻ കേൾക്കുകയും കൃത്യമായി വായിക്കുകയും ചെയ്തു. മലയാളത്തിലെ എണ്ണം പറഞ്ഞ സിനിമകളിൽ ഒന്നായിരിക്കും ബ്രഹ്മയുഗം. മമ്മൂക്കയുടെ ഏറ്റവും നല്ല പെർഫോമൻസിൽ ഒന്നായിരിക്കും. അർജുൻ അശോകൻ്റെയും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കഥാപാത്രമായിരിക്കും. ഞാൻ അത്രയും പ്രതീക്ഷിച്ച് ചെയ്യണമെന്ന് ആഗ്രഹിച്ച സിനിമ കൂടിയാണിത്. അത് അർജുൻ്റെ അടുത്തേക്ക് പോയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അർജുൻ്റെ നെക്സ്റ്റ് ലെവലാണ് ഈ സിനിമയോടുകൂടി കാണാൻ പോകുന്നത്, ആസിഫ് അലി പറഞ്ഞു.